പ്രിയപ്പെട്ടവരെ, ഗ്യാതറിങ്ങുകളുടെയും ഗെറ്റ് ടുഗദറുകളുടെയും ഒക്കെ കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒത്തിരി ഗ്യാതറിങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗെറ്റ് ടുഗദറുകളും. എന്തിനാ ഇതൊക്കെ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കാൻ നീയും ആവശ്യമാണ് എന്ന് നമ്മൾ പറയാതെ പറയുന്നതാണ് ഓരോ ഗെറ്റ് ടുഗദറുകളും ഗ്യാതറിങ്ങുകളും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ നമ്മുടെ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന ഒരു രംഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ അനവധി ഗെറ്റ് ടുഗദറുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പരാമർശിക്കാൻ പോകുന്നത് അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന രംഗമാണ്. നാം ആ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുക 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ ദീർഘദൂരം യാത്ര ചെയ്താണ് എലിസബത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. കാരണം പരിശുദ്ധ അമ്മയോട് മാലാഖ പറഞ്ഞു, നിന്റെ ഇളയമയും ഗർഭിണിയാണ് എന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായി അവൾ ആവശ്യത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന്. പരിശുദ്ധ അമ്മ ഓടുകയാണ്. ചരിത്രകാരന്മാരും പാരമ്പര്യങ്ങളും പറയുക, തിടുക്കത്തിൽ യാത്ര, വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, തിടുക്കത്തിൽ യാത്രയായി എന്ന് പറയുക. അപ്പം അമ്മ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ സഹതാപത്തോടെ നോക്കി നിൽക്കുക, സംസാരിക്കുക എന്നുള്ളതല്ല, തിടുക്കത്തിൽ യാത്ര ചെയ്ത് അവളോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്നോ ഒരു മാർഗം എന്നോ ഒക്കെ നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച സമയം എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്ന് വചനം പറഞ്ഞു വെക്കുന്നുണ്ട്. എലിസബത്തിന് മനസ്സിലായി, സാധാരണ രീതിയിൽ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോൾ ഒരു 4 മാസം 5 മാസം ഒക്കെ ആകുമ്പോഴേക്കും ആ സ്ത്രീയുടെ ഉദരത്തിൽ കുഞ്ഞ് ചലിച്ചു തുടങ്ങും. അത് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങും. ഏകദേശം 7, 8, 9 മാസമൊക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് കൃത്യമായി മനസ്സിലാകും ഏത് പാറ്റേണിലാണ് കുഞ്ഞ് ചലിക്കുന്നത് എന്ന് പോലും. ഇവിടെ നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, എലിസബത്തിന് 6-ാം മാസമാണെന്ന് ദൂതൻ പറഞ്ഞു വെക്കുന്നുണ്ട് മറിയത്തോട്. അപ്പം മറിയത്തിന് കൃത്യമായിട്ട് അറിയാം എലിസബത്തിന് 6-ാം മാസമാണ്. ഈ കുഞ്ഞ് ചലിക്കുന്നത് ആദ്യമായിട്ടല്ല എലിസബത്തിന്റെ ഉദരത്തിൽ കുഞ്ഞ് ചലിക്കുന്നത്. എലിസബത്ത് കാരണം 6-ാം മാസത്തിൽ കടന്നു കഴിഞ്ഞു. പക്ഷെ എന്താണ് ഇവിടെ ഒരു വ്യത്യാസം വന്നത്? എലിസബത്തിന് ഫീൽ ചെയ്തു ഒരു വ്യത്യാസം. എന്തായിരുന്നു ആ വ്യത്യാസം? ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാണ് ചലിച്ചത്. അതുകൊണ്ടാണ് എലിസബത്ത് പറയുന്നത്, നിന്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്നൊക്കെ പറയുക. അപ്പോൾ ഈ സന്ദർശനം, അതായത് അമ്മയും എലിസബത്തും തമ്മിലുള്ള സന്ദർശനം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സന്ദർശനങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മുടെ സന്ദർശനങ്ങൾ ഒരുപക്ഷെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം, തിന്മയ്ക്ക് വേണ്ടിയായിരിക്കാം, ഗുണങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, ദോഷങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. നമ്മുടെ സന്ദർശനം എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ സന്ദർശിക്കുമ്പോൾ, നമ്മൾ 2 പേർ ഒന്നിച്ചു കൂടുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതായിരിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും പറയും പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചു എന്ന്. പക്ഷേ ഇവിടെ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുക്കൽ ചെന്ന് നിരവധി മാസങ്ങൾ കൂടെ നിന്ന് ശുശ്രൂഷിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. അപ്പോൾ പരിശുദ്ധ അമ്മ ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ കാരണം ഇളയമ്മ പ്രായമുള്ള ഒരാളാണ്, അപ്പോൾ ശുശ്രൂഷ ആവശ്യമുള്ള ഒരാളാണ് എന്ന് പരിശുദ്ധ അമ്മ മനസ്സിലാക്കിയിട്ട് കുറച്ച് നാളുകൾ അമ്മ എലിസബത്തിന്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. ഈ 3 കാര്യങ്ങളാണ് ഈ സന്ദർശനം കൊണ്ട് നമ്മെ പരിശുദ്ധമ്മ പഠിപ്പിക്കുക. സേവനം ആവശ്യമുള്ളിടത്ത് നാം ഓടിച്ചെല്ലുക, അതുപോലെ തന്നെ നമ്മുടെ കൂടിച്ചേരുകൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിരിക്കുക, അതുപോലെ ശുശ്രൂഷ ആവശ്യമുള്ളിടത്ത് നിന്ന് സമയം കൊടുത്ത് ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കുക. പരിശുദ്ധ അമ്മ നമ്മൾക്ക് നൽകുന്ന ഈ മാതൃക നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കരുത്തായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു.